ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മത്തി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇതിവിടെ 5 മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വലിപ്പമുള്ള മത്തിയാട്ടോ. പിന്നെ 5 എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ആൾക്കനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ 10 ഞാൻ ചെറുതായതുകൊണ്ട് 10 എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ ഒരു 6-7 മതി കേട്ടോ. ഇനി ഇതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ചെറിയ പീസ് ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളി എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം പുളി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും അമർത്തണം. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞാൻ ഇത് മസാല മീനിലേക്ക് മുഴുവനും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മസാലയെല്ലാം പുരട്ടി വെച്ച് നമ്മുടെ മത്തിയില്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പരന്ന മൺചട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിച്ചാലും മതി കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മസാലയെല്ലാം മീനിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ വാഴയില വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിക്ക് പകരം നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് എന്നോട് ഒരു മീൻ ഫുള്ളായിട്ട് അങ്ങ് പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൺചട്ടിക്ക് പകരം നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ കുറച്ച് പരന്ന മൺചട്ടി ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കും കൂടുതൽ നന്നാവും കേട്ടോ. എന്നിട്ട് വാഴയില വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 3 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീനെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വായിൽ വെച്ച് മൂടി വെച്ചതായതുകൊണ്ട് അതിൻ്റെ ഒരു ആവി വെള്ളമെല്ലാം ഇട്ടിട്ട് നല്ല സ്മെല്ലും ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.